ജെഫ്രിസ്, HSBC, JM ഫിനാൻഷ്യൽ, മോത്തിലാൽ ഒസ്വാൾ തുടങ്ങിയ ബ്രോക്കേഴ്സ് 2025 റെക്കമെൻഡ് ചെയ്യുന്ന ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഗ്രോത്ത് പ്രൊഡക്ഷൻ ഔട്ട്ലുക്കും ഫെബ്രുവരി മാസത്തിൽ വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും കണക്കിലെടുത്ത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2025 ഡിസംബറിനകം ഇന്ത്യൻ ഇൻഡെക്സായ നിഫ്റ്റി 26,600 വരെ ഉയർന്നേക്കും എന്നാണ് ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഷെയറുകളുടെ ഏർണിംഗ് പെർ ഷെയറിൽ 13% വരെ വർധനവും ഉണ്ടായേക്കും. ജെഫ്രിസ് ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലും NBFC സെക്ടറിലുമാണ് ഏറ്റവും അധികം കൺവിക്ഷൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്, ലാർജ് ക്യാപ് ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾക്കാണ് പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകിയിരിക്കുന്നത്. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI തുടങ്ങിയ ബാങ്കിംഗ് സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട്. ഭാരതി എയർടെൽ, JSW എനർജി, TVS മോട്ടോർ, കോൾ ഇന്ത്യ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ് 2025 ജെഫ്രിസിൻ്റെ ടോപ്പ് പിക്ക്. HSBC എന്ന ബ്രോക്കേജ് ഏജൻസി റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിലാണ് ഏറ്റവും അധികം ബുള്ളിഷ്. 2024 വീക്ക്നെസ്സിൽ നിന്നും ഈ സെക്ടർ പുറത്തു കടക്കുമെന്നും 2025 വരാൻ പോകുന്ന മെഗാ ലോഞ്ചസും പ്രീ സെയിൽസും റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് HSBC വിശ്വസിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് ബൈ എന്ന റേറ്റിംഗും 3,700 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 30% അപ്സൈഡ് പൊട്ടൻഷ്യൽ. DLFന് ബൈ എന്ന റേറ്റിംഗും 1,010 രൂപയുടെ ടാർഗറ്റും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 17% പൊട്ടൻഷ്യൽ. ശോഭ ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും 2,150 രൂപയുടെ ടാർഗറ്റും 28% അപ്സൈഡ് പൊട്ടൻഷ്യൽ. ഇതോടൊപ്പം തന്നെ ഒബിറോയ് റിയാലിറ്റിക്ക് ഹോൾഡ് എന്ന റേറ്റിംഗും 2,050 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. JM ഫിനാൻഷ്യൽ 2025 സംവർധന മദർസൺ ഇൻ്റർനാഷണൽ, ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ്, ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ്, സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുന്നു. JM ഫിനാൻഷ്യലും ബാങ്കിംഗ് സെക്ടറിലെയും മറ്റ് പ്രധാന സെക്ടറിലെയും സ്റ്റോക്കുകളിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാങ്കിംഗ് സെക്ടറിൽ നിന്നും ആക്സിസ് ബാങ്കിനെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ആക്സിസ് ബാങ്കിന് 1,425 രൂപയുടെ ടാർഗറ്റ് നൽകി, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 22% അപ്സൈഡ് പൊട്ടൻഷ്യൽ. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും JM ഫിനാൻഷ്യൽ മാരുതി സുസുക്കി എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നു. 15,250 രൂപയുടെ ടാർഗറ്റാണ്, 35% അപ്സൈഡ് പൊട്ടൻഷ്യലാണുള്ളത്. ഓട്ടോ ആൻസിലറി സെഗ്മെൻറ്റിൽ നിന്നും സംവർധന മദർസനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 210 രൂപയുടെ ടാർഗറ്റ്, 25% അപ്സൈഡ് പൊട്ടൻഷ്യൽ. റിയാലിറ്റി സെക്ടറിൽ നിന്നും അലിവാലിയ കോൺട്രാക്റ്റിനെ റെക്കമെൻഡ് ചെയ്യുന്നു. 1,315 രൂപയുടെ ടാർഗറ്റാണ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 22.7% അപ്സൈഡ് പൊട്ടൻഷ്യൽ. IT സെക്ടറിൽ നിന്നും KPIT ടെക്നോളജീസിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. 2,040 രൂപയുടെ ടാർഗറ്റ്, 33% അപ്സൈഡുള്ള പൊട്ടൻഷ്യലാണ് നൽകിയിരിക്കുന്നത്. സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് എന്ന മീഡിയ സ്റ്റോക്കിനെയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. 40% അപ്സൈഡിൽ ഏകദേശം 200 രൂപയുടെ ടാർഗറ്റാണ് സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസിന് നൽകിയിരിക്കുന്നത്. FMEG സെഗ്മെൻറ്റിൽ നിന്നും ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡിന് 18% അപ്സൈഡിൽ 2,031 രൂപയുടെ ടാർഗറ്റാണ് JM ഫിനാൻഷ്യൽ നൽകിയിരിക്കുന്നത്. IT സെക്ടറിലെ C&DLത്തിന് 44% അപ്സൈഡിൽ 960 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഹെൽത്ത് കെയർ സെക്ടറിൽ മെട്രോപോളിസിന് ബൈ എന്ന റേറ്റിംഗും 14% അപ്സൈഡിൽ 2,500 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിൽ നിന്നും റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് BHEL ആണ്. BHELന് 49% അപ്സൈഡിൽ 371 രൂപയുടെ ടാർഗറ്റാണ് JM ഫിനാൻഷ്യൽ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രമുഖ ബ്രോക്കേജായ മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് 2025 വർഷത്തിൻ്റെ തുടക്കത്തിൽ മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമെങ്കിലും 2025 സെക്കൻഡ് ഹാഫ് ഇയറോടുകൂടി റിക്കവറി പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തിൽ വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡൻസി ടേക്ക് ഓവറും മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡിന് തുടക്കം കുറിക്കുന്നതിന് കാരണമായേക്കും. ഇവിടെ മോത്തിലാൽ ഒസ്വാൾ ഫാർമ സെക്ടറിലാണ് ഏറ്റവും അധികം കൺവിക്ഷൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. 2026 ഫാർമ സെക്ടർ 9 മുതൽ 11% വളർച്ച കൈവരിക്കും എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അല്ലെങ്കിൽ PLI സ്കീമും ഡിജിറ്റൽ PLI സ്കീമും ഇന്ത്യയിലെ ഫാർമ കമ്പനികളുടെ ഡിജിറ്റൽ അഡോപ്റ്റേഷൻ ഉയരുന്നതും ഗ്രേറ്റസ്റ്റ് ഇൻ്റർനെറ്റ് ആക്സസും Tier 1ലെയും Tier 2 സിറ്റികളുടെയും എക്സ്പാൻഷനുമൊക്കെ കണക്കിലെടുത്താണ് ഫാർമ സെക്ടറിൽ 9 മുതൽ 11% വളർച്ച വരാൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്.
മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്യുന്ന ചില ഫാർമ സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് മാൻകൈൻഡ് ഫാർമ. മാൻകൈൻഡ് ഫാർമ പ്രിസ്ക്രിപ്ഷൻ ബിസിനസ്സിൽ നിന്നും മികച്ച ഗ്രോത്ത് കൈവരിക്കും എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ക്രോണിക് തെറാപ്പി സെഗ്മെൻറ്റിലും കമ്പനിയുടെ നിഷ് പോർട്ട്ഫോളിയോയും സ്റ്റോക്കിനെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ പ്രേരിപ്പിക്കും. മാക്സ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം ബ്രൗൺ ഫീൽഡ്, ഗ്രീൻ ഫീൽഡ്, ഇനോർഗാനിക് എക്സ്പാൻഷൻ ആയിരിക്കും വരും സമയങ്ങളിലെ ഗ്രോത്ത് ഡ്രൈവായി പ്രവർത്തിക്കുക. ലുപ്പിനിലും മികച്ച രീതിയിലുള്ള ഒരു റിക്കവറിയാണ് കാണുന്നത്. ലുപ്പിനിൽ വന്ന റിക്കവറി തുടരാൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡൊമസ്റ്റിക് ഫോർമുലേഷൻ ബിസിനസ്സിലുണ്ടാകുന്ന പെർഫോമൻസും ഡൊമസ്റ്റിക് ഫോർമുലേഷൻ്റെ ഡിമാൻഡുമാണ് ലുപ്പിനെ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. IPCA ലാബ് എന്ന കമ്പനി അമേരിക്കയിൽ ചില പ്രൊഡക്റ്റുകൾ റീലോഞ്ച് ചെയ്തതും IPCA അതിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ IPCA ലബോറട്ടറീസും ഔട്ട് പെർഫോം ചെയ്തേക്കാം. CDMO ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്ന പിരാമൽ ഫാർമയും 2025 ഔട്ട് പെർഫോം ചെയ്യും. കമ്പനിയുടെ ഡിഫറൻഷ്യേറ്റഡ് കേപ്പബിലിറ്റീസും കപ്പാസിറ്റീസും ഉപയോഗിച്ച് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് $560 മില്യൺ നിന്നും 560 മില്യൺ രൂപയിൽ നിന്നും 7 ബില്യൺ രൂപയായി 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഉയരുമെന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്